ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീ പാർത്ഥസാരഥയേ നമഃ. അധ്യായം 13. ക്ഷേത്രജ്ഞ വിഭാഗയോഗം. കഴിഞ്ഞ ദിവസം 6-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ക്ഷേത്രം, അതിന്റെ സ്വരൂപം എന്താണ്, എന്തൊക്കെ മാറ്റങ്ങളാണ്, ഇത് ഭഗവാൻ പറഞ്ഞു. എന്നാൽ അടുത്ത 2 ചോദ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഏതിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്? ഇനി ആ ക്ഷേത്രജ്ഞൻ ആരാണ്? എന്തു പ്രഭാവമാണ് ഉള്ളത്? എന്നാൽ ഈ ഒരു ചോദ്യത്തിന് നേരിട്ട് ഭഗവാൻ ഉത്തരം പറയുന്നില്ല. പകരം ഭഗവാൻ പറയുന്നു, ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് ആ ക്ഷേത്രജ്ഞനെ അറിഞ്ഞാൽ കിട്ടുന്നതാണ്. അത് ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ടതാണ്. അത് ഭഗവാൻ പറഞ്ഞു തന്ന് അറിയേണ്ടതല്ല. അപ്പോൾ ഇനി ക്ഷേത്രജ്ഞനെ നമുക്ക് അറിയണം. ഇത്രയും അടുത്തുള്ള ആ ക്ഷേത്രജ്ഞനെ അറിയുന്നതിൽ നിന്ന് നമുക്ക് തടസ്സം എന്താണ്? ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ആ ക്ഷേത്രജ്ഞനെ അറിയാൻ നമ്മുടെ മനസ്സിനെ എങ്ങനെ ഒരുക്കാം? അതാണ് 7-ാമത്തെ ശ്ലോകം. അമാനിത്വമദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ. ഇവിടെ ആ ക്ഷേത്രജ്ഞനെ അറിയാനുള്ള വഴികളെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ നമുക്ക് കൂട്ടി വായിക്കാവുന്നത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ ക്ഷേത്രജ്ഞനെ നമ്മൾ അറിയാതെ പോകുന്നത്? ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന് അർത്ഥമെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ക്ഷേത്രജ്ഞനെ അറിയാം, അതിന് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? ഒന്നാമതായി പറയുന്നു, അമാനിത്വം. ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചു, ഈ ജാതിയിൽ ജനിച്ചു, എന്റെ ജാതി വളരെ ഉയർന്നതാണ്, താൻ എല്ലാത്തിനും യോഗ്യനാണ്, എന്റെ അധീനതയിലാണ് ഇവിടെയെല്ലാം. ഇങ്ങനെയുള്ള മാനിത്വം, അതായത് അഭിമാനം ഇല്ലാതിരിക്കുക, അതാണ് അമാനിത്വം. അപ്പോൾ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ക്ഷേത്രജ്ഞനെ അറിയുന്നതിന് തടസ്സം നിൽക്കുന്ന ആദ്യത്തെ ഘടകം ഞാൻ ഇന്നതൊക്കെയാണ് എന്നുള്ള മനസ്സിന്റെ ഭ്രമമാണ്. ഞാനല്ലാത്തതൊക്കെ ഞാനാണെന്ന് കരുതുക. ഇരുട്ടത്ത് കയറ് കണ്ടിട്ട് അത് പാമ്പാണെന്ന് കരുതുന്ന പോലെ ഞാൻ എന്നത് ആ ശുദ്ധ ബ്രഹ്മസ്വരൂപമായ ചൈതന്യമാണ്. പക്ഷെ ഞാനല്ലാത്ത എന്തൊക്കെയോ, നേരത്തെ ഭഗവാൻ പറഞ്ഞു, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ ഈ മാറ്റമുള്ളതൊക്കെ ഞാനാണ് എന്ന് ചിന്തിക്കുക. ഇങ്ങനെ അഭിമാന ബോധം ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ ഈശ്വരനെ നമ്മൾ അറിയാതെ പോകുന്നത്. അപ്പോൾ ഈശ്വരനെ അറിയണമെങ്കിൽ അമാനിത്വം പരിശീലിക്കണം. ഈ പറയുന്ന ജാതി, കുലം, ഇതൊക്കെ വെറും തോന്നലാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജാതി, കുലം, നിങ്ങളുടെ പ്രൊഫഷൻ, ഇതൊക്കെ മനസ്സിന്റെ വെറും ഭ്രമക്കാഴ്ചകളാണ്. ഇനി അദംഭിത്വം. ദംഭം എന്നാൽ നമുക്കുണ്ടാവുന്ന പല കഴിവുകൾ, ആ കഴിവുകളിൽ അഹങ്കരിക്കുക, അറിയാതെ ഒരു ഗർവുണ്ടാവുക. എനിക്ക് ഇങ്ങനെ കഴിവുണ്ട്, ഞാൻ ആരാണെന്ന വിചാരം, ഇങ്ങനെയൊക്കെ അത് ആ ഒരു സ്വഭാവത്തിന് പറയുന്നതാണ് ദംഭം. അത് എല്ലാവർക്കുമുണ്ട്. ആ കഴിവ് ഈ ക്ഷേത്രമാകുന്ന നമ്മുടെ ശരീരത്തെ ഒരു കുടമാണെന്ന് സങ്കല്പിച്ചാൽ, ആ കുടത്തിൽ ഈശ്വരൻ നിക്ഷേപിച്ചിരിക്കുന്ന നിധിയാണ് ഈ കഴിവുകൾ. ഇതിന് നമുക്കൊരു ക്രെഡിറ്റുമില്ല. ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യഫലമായിട്ട് ഭഗവാന്റെ ഒരു സമ്മാനമാണ് ഈ കഴിവുകളെല്ലാം. അങ്ങനെ ആകുമ്പോൾ അദംഭിത്വം ഉണ്ടാകുന്നു. അപ്പോൾ ഈശ്വരനാണ് പലർക്കും ആ കഴിവുകൾ കൊടുക്കുന്നത്. കാരണം ആ ഭഗവാന് അതിലൂടെ ഈ ലോകത്ത് പലതും ചെയ്യാനുണ്ട്.
അതിനുവേണ്ടി ഓരോരുത്തരെ ഒരുക്കുകയാണ്. അങ്ങനെ ഒരു ചിന്ത വളർത്തിയെടുത്താൽ അദംഭിത്വം ആയി. അപ്പോൾ ഈശ്വരനെ അറിയുന്നതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്ന മറ്റൊരു കാരണം നമ്മുടെ ദംഭമാണ്. ഇനി അഹിംസ. അഹിംസ എന്നാൽ നമ്മുടെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക. അതാണ് ശരിയായ അഹിംസ. വേറെ ഒരാളെ ദ്രോഹിക്കണം എന്ന ചിന്ത പോലും അഹിംസയാണ്. അപ്പോൾ ഈശ്വരനിൽ നിന്ന് നമ്മെ അകറ്റുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ഹിംസാ മനോഭാവം. ഈ ലോകത്ത് നമുക്ക് ശിക്ഷിക്കാൻ അധികാരം രണ്ടു പേരേയുള്ളൂ. ഒന്ന് മക്കളെ, രണ്ട് ശിഷ്യന്മാരെ. ഇത് രണ്ടും അവരുടെ നന്മയെ കരുതിയായിരിക്കണം. അങ്ങനെ ആരെയും വേദനിപ്പിക്കാതിരിക്കുമ്പോൾ ആണ് അത് ശരിയായ അഹിംസയാകുന്നത്. ഇനി ക്ഷാന്തി, എന്തും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ്. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ നമ്മുടെ കർമ്മഫലമാണ്. അങ്ങനെ അനുഭവിക്കുമ്പോൾ അതോടെ നമ്മുടെ ആ പ്രാരാബ്ധം തീരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഭഗവാൻ കാരണക്കാരനല്ല. ഇതൊക്കെ നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നിട്ടുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക, കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത പാപഫലമാണ്. അത് രോഗത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ രൂപത്തിൽ വരും. അത് അനുഭവിച്ചുകൊള്ളുക. അതിന് ആശ്വാസമായിട്ട് നമുക്ക് ഭഗവാനെ ചേർത്തു പിടിക്കാം. അതേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈശ്വരനിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാരണങ്ങളിൽ ഒന്നാണ് ക്ഷമയില്ലായ്മ. അതാണ് ക്ഷാന്തി. ഇനി ആർജവം, ഋജുബുദ്ധി, നേരായ കാര്യം നേരായി പറയുക, കുടിലതയില്ലാതെ, കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുക. കാരണം സത്യം നമ്മൾ ഒരു തവണ പറഞ്ഞാൽ മതി. പക്ഷെ കള്ളം പറയുമ്പോൾ അത് മറയ്ക്കാൻ 100 കള്ളം പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഋജുബുദ്ധിയായിരിക്കണം. അതുമാത്രമല്ല, കാപട്യം ഇല്ലാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് സത്യസന്ധമായി പുറത്ത് പ്രകടിപ്പിക്കുക. അതാണ് ആർജവം. അപ്പോൾ ഈശ്വരനെ അറിയാനുള്ള ഒരു മാർഗം കാപട്യം ഇല്ലാതിരിക്കുക. കാപട്യം കാണിക്കുന്നവനോട് ഈശ്വരൻ അകന്നു തന്നെ നിൽക്കും. ഇനി ആചാര്യ ഉപാസന. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഭക്തനോ ഗുരുവോ, യഥാർത്ഥത്തിലുള്ള കപട സന്യാസിമാരെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരാളുടെ സാന്നിധ്യത്തിൽ വാക്കുകളിൽ നമുക്കൊരു ശാന്തി കിട്ടുന്നു എങ്കിൽ ആ ആൾ നല്ലൊരു ആചാര്യനാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയുള്ള ആചാര്യനോട് സമീപമിരിക്കുകയും പറ്റാവുന്നത്ര കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് ആചാര്യ ഉപാസന. ഇത് ഈശ്വരനിലേക്ക് അടുക്കാനുള്ള നല്ലൊരു വഴിയാണ്. ഇനി ശൗചം. എപ്പോഴും പറയുന്നതാണ് ഹൃദയശുദ്ധി. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിപാലിച്ചാൽ തന്നെ ഹൃദയം ശുദ്ധിയായി. മറ്റുള്ളവരോട് അസൂയയില്ലാതിരിക്കുക, കാമക്രോധങ്ങളില്ലാതിരിക്കുക, മാനം അപമാനം ഇതൊക്കെ വെടിഞ്ഞാൽ ഹൃദയം ശുദ്ധിയായി. ശുദ്ധമാകുന്ന ഹൃദയത്തിലാണ് നമുക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കുക. ഇനി സ്ഥൈര്യം. ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുകയും അതിൽ ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഇടയ്ക്ക് ദുഃഖം വരുമ്പോൾ ഒരു വൈരാഗ്യം വരികയും പിന്നീട് സന്തോഷം ഉണ്ടാകുമ്പോൾ അതിനു പിറകെ പോവുകയും ചെയ്താൽ അത് സ്ഥൈര്യമല്ല, ഒരു സ്ഥിരതയില്ല. അതുകൊണ്ട് ആരുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, എന്റെ ലക്ഷ്യം ഭഗവാനാണ് എന്ന ആ സ്ഥിരത, ഉറപ്പ് നമുക്കുണ്ടാവണം. ആ ദൃഢത ഈശ്വരനിലേക്ക് നമ്മെ അടുപ്പിക്കാൻ വളരെ അത്യാവശ്യമാണ്. ഇനി ആത്മവിനിഗ്രഹ. മനസ്സിനെ കഴിയുന്നത്ര നിയന്ത്രിക്കുക. അതിന് ഈശ്വരനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ആക്കി തീർക്കുക. അങ്ങനെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാക്കി മാറ്റിയിട്ട് ആ ദേവനുമായിട്ട് അല്ലെങ്കിൽ ദേവതയുമായിട്ട് ഒരു നിരന്തര സമ്പർക്കം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുക. സ്വാർത്ഥതയിൽ പൊതിഞ്ഞ സ്നേഹമാണ് നമ്മൾ ഇപ്പോൾ പുറത്തു കാണുന്നത്. ഇത് ഈശ്വരനോടടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
അതുകൊണ്ട് ഈശ്വരൻ എന്ന യഥാർത്ഥ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ആ കപട സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലോകത്ത് നിന്ന് നമ്മൾ ഒന്നും ആഗ്രഹിക്കില്ല. ഇതൊക്കെ നമ്മൾ പരിശീലിച്ചെടുക്കണം. കാരണം ഈശ്വരനെ അറിയണമെങ്കിൽ ഹൃദയശുദ്ധി കൂടിയേ തീരൂ. അത് ഉറപ്പിച്ചുകൊള്ളുക. 8ാമത്തെ ശ്ലോകം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ഇത് അഭ്യസിച്ച് ഒരു തലത്തിലെത്തി എന്ന് തോന്നിയാൽ അത്തരക്കാർക്കുള്ള അടുത്ത പാഠമാണ്. അതായത് കുറച്ചുകൂടി ഉയർന്ന ഒരു തലം. ഇതോരോ ലെവലായിട്ട് നമ്മൾ കണക്കാക്കുക. അതാണ് 8ാമത്തെ ശ്ലോകം. ഇന്ദ്രിയ അർത്ഥേഷു, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുകയാണ്. ഇതിലുള്ള ഒരു താല്പര്യം പതുക്കെ കുറച്ചുകൊണ്ടുവരിക. ഇന്ദ്രിയ അർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ഭക്ഷണം. അതെന്തു വേണം? സാഹചര്യമുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന പ്രായത്തിൽ പരമാവധി കഴിക്കുക. അപ്പോൾ പിന്നീട് അതിനോടൊരു മടുപ്പ് വരണം. ഒരു തരത്തിലുള്ള ഭൗതിക സുഖവും ഒരു പരിധിയിൽ കൂടുതൽ നമ്മെ സന്തോഷിപ്പിക്കില്ല. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അങ്ങനെ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് വൈരാഗ്യം, അതായത് വിരക്തി ഉണ്ടാവുക. അങ്ങനെ ഒരു വൈരാഗ്യം നമ്മുടെ ഇന്ദ്രിയാർത്ഥങ്ങളിൽ കൊണ്ടുവരിക എന്നതാണ് ഈ അടുത്ത തലം. ഇനി അനഹങ്കാരം, ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന കർത്തൃത്വ ബോധവും ഭോക്തൃത്വ ബോധവും ഇല്ലാതിരിക്കുക. ഇനി ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടപ്പെട്ടവരോട് ഇത്ര ആസക്തി തോന്നുന്നത്? ഇവർ എന്നും എന്റെ കൂടെ ഉണ്ടാകും, എന്റെ ജീവിതം ഒരുപാട് നാൾ ഇങ്ങനെ പോകും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള ഈ ആസക്തി വിടാൻ സാധിക്കാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനാണ് ഭഗവാൻ പറയുന്നത്, ഈ ആസക്തി വരുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുക, ഞാൻ ഇവരോട് ആസക്തി വെക്കുന്നു, പെട്ടെന്നിവർ ഇല്ലാതായാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അപ്പോൾ ഈ ലോകത്തിൽ മരണമെന്നത് ആർക്ക് എപ്പോൾ എന്ന് പ്രവചിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു വിരക്തി വരും. അതുപോലെ ജനനം, മരണം, വാർദ്ധക്യം, രോഗം, ദുഃഖം എന്നിവയെല്ലാം, ഈ ദോഷങ്ങളെല്ലാം ചേർന്നതാണ് ഈ പ്രപഞ്ച ജീവിതം എന്ന് എപ്പോഴും മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ലോകത്തിൽ പ്രതീക്ഷയ്ക്ക് വക ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രതീക്ഷിക്കാനും ആശ്രയിക്കാനുമുള്ള ഒരേ ഒരു ശക്തി അത് ഭഗവാൻ മാത്രമാണ്. ബാക്കിയൊക്കെ താൽക്കാലികം മാത്രം. അപ്പോൾ ഈ ഒരു സത്യത്തെക്കുറിച്ച് വിചാരം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. അതാണ് അനുദർശനം. എപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ ലോക ജീവിതത്തെക്കുറിച്ച് ജനനം, മരണം, ശരീരത്തിന്റെ വ്യാധി, വേണ്ടപ്പെട്ടവരുടെ വിയോഗം, ഇതൊക്കെ കൂടി ചേർന്നതാണ് ഈ ജീവിതം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിരക്തി വരുന്നത്. അങ്ങനെ വിരക്തി വന്നാൽ അത് നമ്മെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. 9ാമത്തെ ശ്ലോകം. ആസക്തിരനഭിഷ്വം ഗഹ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. ഇനി ഇതിന്റെയും മുകളിലുള്ള ഒരു തലത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അതാണ് 9ാമത്തെ ശ്ലോകം. പുത്രദാര ഗൃഹാദിഷു, എന്റെ മക്കൾ, എന്റെ ജീവിത പങ്കാളി, എന്റെ ഗൃഹം, ഇങ്ങനെയുള്ള
ആസക്തികളിൽ കുരുങ്ങാതിരിക്കുക. കാരണം ഇതിനെ ആശ്രയിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് ആശ്രയമാകും എന്ന് തോന്നുന്നവരാണ് ആദ്യം പോകുന്നതെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ ആശ്രയിക്കും? അപ്പോൾ അവരിൽ നിന്നും ഒരു ആസക്തി, അറ്റാച്ച്മെന്റ് വയ്ക്കാതിരിക്കുക. കാരണം ഈ ലോകത്താരെയും ആശ്രയിക്കാൻ കഴിയില്ല, അത് സാധിക്കില്ല എന്ന ചിന്ത ഉറപ്പിച്ചുകൊണ്ട് എല്ലാം തനിയെ ചെയ്ത് ശീലിക്കുക. എന്നാൽ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുകയും വേണം. എന്നാൽ അനഭിഷംഗ, അതിനോട് ഒട്ടലില്ലാതെ ഇരിക്കുക, ആസക്തി ഇല്ലാതിരിക്കുക. ഇവരെ എനിക്ക് ആശ്രയിക്കാമെന്ന് ചിന്തിക്കാതെ ജീവിക്കുക. ആശ്രയം ഭഗവാൻ മാത്രമാണ്. ഇനി ഇഷ്ട അനിഷ്ട ഉപപത്തിഷു സമചിത്തത്വം. ഇഷ്ടമുള്ളത് സംഭവിച്ചാലും അനിഷ്ടമായത് സംഭവിച്ചാലും നിത്യവും സമചിത്തതയോടെ വർത്തിക്കുക. ഈശ്വരനെ വിട്ടിട്ട് ഈ ലോകത്തിലുള്ളവരാണ് എന്റെ ജീവിത സാക്ഷാത്കാരം എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഇഷ്ടവും അനിഷ്ടവും സംഭവിക്കുന്നത്. അതേസമയം ഭഗവാനാണെല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇഷ്ടവുമില്ല അനിഷ്ടവുമില്ല. അപ്പോഴാണ് സമചിത്തതയോടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ മനസ്സു ശുദ്ധമാക്കുന്ന ഒരാൾക്ക് തന്റെ ഉള്ളിൽ ആ ഈശ്വര ചൈതന്യത്തെ അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. 10ാമത്തെ ശ്ലോകം. മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം രതിർജന സംസദി. ഇങ്ങനെയൊക്കെ സാധന ചെയ്ത് ഉറപ്പിക്കുന്ന ഒരാൾക്ക് ഭഗവാനോടുള്ള ഭക്തി അനുനിമിഷം വർദ്ധിക്കും. അതിനെന്താണ് തെളിവ്? എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? അതാണ് 10ാമത്തെ ശ്ലോകം. ഇവിടെ ഭഗവാൻ പറയുന്നു, ഈശ്വരനിലേക്ക് നമ്മൾ അടുക്കുന്നു എന്നതിന്റെ തെളിവ് എന്താണ്? മയി, എന്നിൽ, അനന്യയോഗേന, മറ്റൊന്നിലേക്കും പോകാത്ത ശ്രദ്ധയോടുകൂടി ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കുക. എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുക. ഒപ്പം അവ്യഭിചാരിണി ഭക്തി, നമ്മൾ ഏറ്റവും ആശ്രയിക്കുന്ന ഒരേ ഒരു ഭഗവാനെ വിട്ടിട്ട് മറ്റുള്ളവരിൽ സ്നേഹവും ആസക്തിയും ഒക്കെ കൊടുത്താൽ അതാണ് വ്യഭിചാരം. അങ്ങനെ അല്ലാതെ ഇരിക്കുക എന്നതാണ് അവ്യഭിചാരം. മറ്റൊന്നിനെയും സ്നേഹിക്കാത്ത ഭഗവാൻ മാത്രം സത്യം എന്ന ഏകാന്ത ഭക്തി അങ്ങനെ സാധിക്കുന്നു എങ്കിൽ നമ്മൾ ഭഗവാനോടടുത്തിരിക്കുന്നു എന്നർത്ഥം. ഇനി വിവിക്ത ദേശസേവിത്വം, ശുദ്ധവും ഏകാന്തവുമായ സ്ഥലത്ത് ഇരിക്കുക, താമസിക്കുക. എപ്പോഴും തനിച്ചിരിക്കാൻ ആഗ്രഹം, എപ്പോഴും ഭഗവത് കാര്യങ്ങൾ കേൾക്കാനും അങ്ങനെയുള്ളവരോട് സംസാരിക്കാനും അതിനെക്കുറിച്ച് വായിക്കാനും ഒക്കെ തോന്നുക. ഇതിനെയാണ് ഈ വിവിക്ത ദേശസേവിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതേപോലെയാണ് ജനസംസദി, ജനക്കൂട്ടത്തിൽ കഴിയാനുള്ള ഒരു അരതിഹി. അരതി എന്നാൽ താല്പര്യമില്ലായ്മ. ഇങ്ങനെ ഭക്തിയിൽ നമ്മൾ ഉയർന്നു പോകുന്തോറും ഇത്തരം ആൾക്കൂട്ടം നമുക്ക് അരോചകമായി തീരും. അപ്പോൾ ഈ ഒരു അരുചി, ഇതൊക്കെയാണ് നമ്മൾ ഭഗവാനോടടുക്കുന്നു എന്നതിന്റെ തെളിവുകൾ. അതാണ് ഭഗവാൻ പറഞ്ഞത്, എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് അങ്ങനെയൊരു മാനസിക അവസ്ഥയിൽ എത്തുന്നു എങ്കിൽ സന്തോഷിക്കുക. കാരണം നിങ്ങൾ ഭഗവാനോട് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.